നിങ്ങൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? 5-6 കിലോമീറ്റർ അപ്പുറത്ത്. ആരെങ്കിലും ഉണ്ടായിരുന്നു ആ സമയത്ത്? ഉണ്ടായിരുന്നു. ഇവിടെ സ്ഥിരം അപകടം നടക്കുന്ന സ്ഥലമാണോ? ഇവിടെ സ്ഥിരം അപകടം നടക്കുന്ന സ്ഥലമാണോ? ഒരു വണ്ടി പോയിട്ടില്ലേ? ഒരു ആക്സിഡന്റ് വണ്ടി അവിടെ മറിഞ്ഞ. എന്നാ അത് 7 കൊല്ലമായി. അതെ. ഈ ഒരു മിനിറ്റ്, അല്ല, എങ്ങനെ അപകടം നടന്നതെന്ന് പറയാം. അപകടം നടന്ന മേളിൽ നിന്ന് വന്ന വണ്ടിയാണ് ഇത്. ഓവർ സ്പീഡിൽ വന്നിട്ട് പിന്നെ ഓപ്പോസിറ്റ് വന്ന ബസ്സിനെ ഇടിച്ച് ഏകദേശം 50 മീറ്ററോളം നിരക്കി കൊണ്ടുവന്ന് കുഴിയിലിടുമായിരുന്നു. അപ്പൊ തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റി. അപ്പോൾ തന്നെ നാട്ടുകാരെല്ലാം വന്ന് രക്ഷാപ്രവർത്തനം നടത്തി എല്ലാവരും ആശുപത്രി കൊണ്ടുപോയി. ആംബുലൻസുകൾ വന്ന് അന്നേരം തന്നെ ആശുപത്രി കൊണ്ടുപോയി. ആ സമയം തന്നെ അറിയാൻ പറ്റിയില്ല അപകടം നടന്ന ഉടനെ തന്നെ? അന്നേരം തന്നെ നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഏറ്റവും നാട്ടുകാർ, പോലീസ്, എല്ലാ ഉദ്യോഗസ്ഥർ, പഞ്ചായത്തിന്റെ അധികാരികൾ എല്ലാവരും കൂടെ വന്നിട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പൂജ, വലിയ അപകട സാധ്യതയുള്ളൊരു സ്ഥലമാണ്. ഇതൊരു കൊടും വളവാണ്. ഇവിടെ ഒരു പ്രശ്നമുള്ളത് നേരത്തെ കണ്ണൻ നായരൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പോൾ സൂചിപ്പിച്ചിരുന്നു. ഈ തമിഴ്നാട് ഭാഗത്ത് നിന്ന് വരുന്ന ലോറികൾ, അവിടെ നിന്ന് ഒരു കുത്തനെയുള്ള ഇറക്കമാണ് ആര്യങ്കാവ് ഭാഗത്തേക്ക്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന നാഷണൽ പെർമിറ്റ് ലോറികൾ വലിയ ലോഡുമായിട്ടൊക്കെ വരുന്ന വാഹനങ്ങളാണ്. ഇവർ ഈ ഇന്ധനം ലാഭിക്കാൻ വേണ്ടി ഈ വാഹനം ഓഫ് ചെയ്ത് ന്യൂട്രലാക്കി വരുന്ന ഒരു രീതിയുണ്ട്. അത് വലിയ അപകടത്തിന് വഴിയൊരുക്കുന്ന ഒരു രീതിയാണ്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചതെന്നാണ് ഇവിടെ ഇതുവരെ നടത്തിയ പരിശോധനയിലൊക്കെ വ്യക്തമാകുന്നത്. ഏതായാലും ആ ബസ് കിടക്കുന്നത് ഒരു 50 അടിയോളം താഴ്ചയിലാണ്. അവിടെ ഒരു തോടാണ്. അതൊരു തോടിന്റെ കരയിലായിട്ടാണ് ഇപ്പോൾ ആ വാഹനം വന്ന് പതിച്ചത്. ഒരു പക്ഷെ നമുക്കറിയാം, പുലർച്ചെ 4:30 എന്ന് പറയുമ്പോൾ ശബരിമല തീർത്ഥാടനം കഴിഞ്ഞു വരുന്ന അയ്യപ്പന്മാരുള്ള വാഹനമാണ്. അവരെല്ലാം നല്ല ഉറക്കത്തിലായിരിക്കും. ആ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ ഒഴിച്ച് മറ്റാരും ഈ അപകടം എന്താണ് സംഭവിച്ചതെന്ന് പോലും വ്യക്തമാകുന്നതിന് മുൻപ് തന്നെ ഈ കുഴിയിലേക്ക് ആ വാഹനം പതിച്ചിട്ടുണ്ടാകാം. പക്ഷേ പെട്ടെന്ന് തന്നെ തൊട്ടടുത്താണ് ഈ ചെക്ക് പോസ്റ്റ് ഉള്ളത്. അവിടെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇവിടെ അടുത്തൊക്കെ വീടുകളും കടകളും ഒക്കെ ഉണ്ട്. പെട്ടെന്ന് തന്നെ നാട്ടുകാരൊക്കെ ഓടിയെത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ആംബുലൻസുകൾ എത്തി. ഉടൻ തന്നെ എല്ലാവരെയും, പരിക്കേറ്റ എല്ലാവരെയും ഈ താഴെ ആ കുഴിയിൽ നിന്ന് മുകളിലേക്ക് എത്തിക്കുകയും അവരെ ആംബുലൻസിൽ കയറ്റി പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. അതിൽ നിന്ന് എനിക്ക് തോന്നുന്നത്, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ 1-2 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഗുരുതരമായ പരിക്കുള്ളവർ. ബാക്കി എല്ലാവരെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ചികിത്സ മതിയാകും എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. ഏതായാലും പക്ഷേ നമ്മളിവിടെ ഈ ആര്യങ്കാവിൽ ഈ അപകടം നടന്ന സ്ഥലത്ത് വരുമ്പോൾ എന്തുമാത്രം വലിയ അപകടമാണ് നടന്നത് എന്ന് ഈ ദൃശ്യം കാണുമ്പോൾ മനസ്സിലാകും. കാരണം അത്രയേറെ ഒരു വലിയ താഴ്ചയിലേക്കാണ് ഈ ബസ് കുത്തനെ മറിഞ്ഞു കിടക്കുന്നത്. അത് താഴേക്ക് ഇടിച്ച് താഴേക്ക് പോയ വഴി നമുക്കിവിടെ കാണാം. ഈ മുകളിൽ നിന്ന് ഈ മണ്ണൊക്കെ നീക്കി ഈ ഭാഗം മൊത്തം ഇടിച്ച് നിരപ്പാക്കിക്കൊണ്ടാണ് താഴേക്ക് ആ വാഹനം പോയത്. അത്രയും വലിയ അപകടമാണ് സംഭവിച്ചത്. ആ ലോറിയുടെ മുൻഭാഗവും പൂർണ്ണമായും, ആ ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ബസിന്റെ ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല, അത്രയും താഴ്ചയിലാണ് ബസ് ഉള്ളത്. ഈ ലോറിയുടെ ഭാഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം, ആ മുൻഭാഗത്തെ ക്യാബിൻ കാണുമ്പോൾ എന്തുമാത്രം വലിയ ഒരു ഇടിയാണ് നടന്നത്. കാരണം ഇതൊരു നാഷണൽ പെർമിറ്റ് ലോറിയാണ്. അത്യാവശ്യം ഇടിയൊക്കെ താങ്ങാൻ പറ്റുന്ന ഒരു ബോഡിയാണ് ഈ ലോറിയുടെ. എന്നിട്ട് പോലും അതിന്റെ ആ പൂർണ്ണമായും ഈ ഭാഗം തകർന്ന് തരിപ്പണമായി പോയി. അത്രയും ആഘാതം ആ ബസ്സിനും താഴെയുണ്ട്. ആ ബസ്സിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ അവരെയൊക്കെ പുറത്തെടുക്കാൻ കഴിഞ്ഞു. ബസ് ഈ വശത്തേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിരന്തരം ഈ നാഷണൽ പെർമിറ്റ് ലോറിയും ബസ്സുകളും ഒക്കെ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അയ്യപ്പന്മാരുടെ വാഹനങ്ങളൊക്കെ ഒരുപാട് ഇതുവഴി പോകുന്നുണ്ട്. നിങ്ങൾ ഇതുവഴി വാഹനം ഓടിച്ച് പോകുന്നവരാണോ? ഇതുവഴി വാഹനം ഓടിച്ച് പോകുന്നവരാണോ? എങ്ങനെയാണ് ഈ റോഡിന്റെ ഒരു പ്രത്യേകത? ശരി, കുഴപ്പമില്ല. ആൾക്കാരും പോലീസുകാർ എല്ലാം ക്ലിയർ ആക്കി. നിങ്ങൾ ഈ വണ്ടിയുടെ ആൾക്കാരാണോ? വണ്ടി നമ്മൾ വണ്ടി തൂത്തുക്കുടി വണ്ടി അറിയാവുന്ന വണ്ടിയാണോ? ഇത് എന്തുമായിട്ട് വന്ന വണ്ടിയോ? എങ്ങോട്ട് പോകുന്ന വണ്ടിയോ? അത് അറിയില്ല. നമ്മ ഇപ്പൊ ഇവിടെ മീൻ എത്തിട്ട് വരുന്നത്, മീൻ വേണ്ടി ഡ്രൈവറാകും. നിങ്ങൾ കണ്ടതാണ്, പരിചയമുള്ള വണ്ടി, സ്ഥിരം വരുന്നതാണല്ലേ? തൂത്തുക്കുടിയിൽ നിന്ന് എങ്ങോട്ടാ? കൊല്ലത്തേക്കാണോ വരുന്നത്? അല്ല, ഈ ലോറി എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നതാണ്? ലോറി ഇങ്ങോട്ട് അതറിയില്ല. നമ്മ അവരെ വിളിച്ചാക്കിയത്. ഇത് സ്ഥിരം അപകടം നടക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ പറയാനൊക്കത്തില്ലല്ലോ, ഭയങ്കര ട്രെയിനിങ് അല്ലേ ഈ ഭാഗങ്ങൾ. കുറെ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഇടയ്ക്ക് എപ്പോഴും അപകടം മാക്സിമം ഉണ്ടാകുന്ന സ്ഥലങ്ങളായിരുന്നു.
പൂജ, ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ സംസാരിച്ചവർ അവര് തമിഴ്നാട്ടിൽ നിന്നുള്ള ലോറി ഓടിച്ചു വരുന്നവരാണ്. അവര് ഈ തിരിച്ചു വരുന്ന വഴിക്കാണ് അവർക്ക് പരിചയമുള്ള ലോറി അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കണ്ടത്. അവർ പറഞ്ഞത് ഇത് തൂത്തുക്കുടി എന്നുള്ള ലോറിയാണ്. തൂത്തുക്കുടി ആണ് ഈ ലോറിയുടെ ഉടമസ്ഥന്റെ സ്ഥലം. അവിടെ നിന്നുള്ള ലോറിയാണെന്നാണ്. അത് എങ്ങോട്ട് പോവുകയാണ്, എന്ത് കയറ്റി വന്നതാണെന്നൊന്നും അവർക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. അവർ ഈ വാഹനം അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ ലോറിയിൽ രണ്ടുപേരല്ലേ, ഡ്രൈവറും ക്ലീനറും ഉണ്ടായിരുന്നോ? ഇവരിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണോ? ഈ ഡ്രൈവർ എന്താണ് പറയുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണമല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തെങ്കിലും പറയുന്നുണ്ടോ? പൂജ, ഈ ലോറിയുടെ സ്ഥിതി കാണുമ്പോൾ നമുക്കറിയാം ആ ലോറിയിൽ ഉണ്ടായിരുന്നവർക്ക് ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ടോ? അതിനകത്ത് ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടെന്ന് പറയുന്നത് കിട്ടിയിട്ടില്ല. ഡ്രൈവറിനെ കിട്ടിയിട്ടില്ല, അന്നേരം ഓടി രക്ഷപ്പെട്ടെന്ന് പറയുന്നത്. കൂടെ ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതറിയാൻ വയ്യ. ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു, വണ്ടിയുടേതായിട്ടുള്ള ആരുമില്ല. പിന്നെ കുറച്ച് മുന്നേ അതിന്റെ മാനേജറോ ആരാണ്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അതേ ഉള്ളൂ. ഡ്രൈവർ കാണാനില്ലെന്ന് അവരും പറയുന്നത്, വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നാ പറയുന്നത്. പരിക്കേറ്റിട്ടുണ്ടാവില്ലേ? പരിക്ക് കാണത്തില്ല, കാരണം ഡ്രൈവറിന്റെ സൈഡില് ഇതൊന്നും ഇല്ലല്ലോ, ഇടത്തെ സൈഡല്ലേ അടിച്ചേക്കുന്നത്. എന്തോന്ന് അറിയത്തില്ല, ഡ്രൈവർ അന്നേരം രക്ഷപ്പെട്ടെന്നാ പറയുന്നത്. പൂജ, ഇപ്പം ഇവിടെ ഉള്ള എന്താ പേരെന്തായിരുന്നു? എന്റെ പേര് അജോ. വേറെ ആരെങ്കിലും സംസാരിക്കാൻ ആരാ? നിങ്ങൾ സംസാരിക്കും. നിങ്ങളിവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു? ഞങ്ങളിവിടെ SPലായിരുന്നു ഡ്യൂട്ടിക്ക് നാരിങ്ങാവില്. അപ്പോഴത്തേനാണെങ്കിൽ ഇവിടെ ഒരു 4 മണി 4:30 ആ ടൈമിലൊക്കെയാണെങ്കിൽ നേരത്തെ ബ്ലോക്കായി. നേരത്തെ ഇവിടെ ആക്സിഡന്റ് ആയിട്ട് മറ്റേ അവിടെ ഒരു വീടുണ്ട്, KCB വർക്ക് ചെയ്യുന്ന ബിജു എന്ന് പറയുന്നത്. ആ ചേട്ടൻ KCBയിലായതുകൊണ്ട് നേരെ ലൈൻ ഓഫ് ആക്കാൻ പോയിട്ട് അപ്പോഴത്തെ ഞങ്ങളിവിടെ നേരത്തെ ബസ് വീണ് ഇവിടെ 2 റോഡിൽ കിടക്കുമായിരുന്നു. അപ്പോഴത്തേന് ഈ ലോറി ഇടിച്ച് ഇവിടെ കിടക്കുമായിരുന്നു. അപ്പോഴത്തേന് കുറച്ച് പേർക്കൊക്കെ ബോധം ഉണ്ടായിരുന്നു. അവരൊക്കെ അതിലേ കൂടെ വഴിയുണ്ട് കയറി വരാനായിട്ട്. അപ്പൊ അതിലേ കൂടെ വരുന്ന സമയത്താണെങ്കിൽ അതിലേ കൂടെ സ്റ്റെപ്പ് കയറി വന്നു. സ്റ്റെപ്പ് കയറി വരാൻ നേരത്ത് ഇവിടെ ഒരാളുടെ ഡെഡായി കിടക്കുന്നില്ലായിരുന്നു, അവിടെ ആയിരുന്നു, മാറ്റിയിട്ടേക്കുമായിരുന്നു. ഒരാളുടെ ചെള്ളയൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പോയി. അപ്പോഴത്തേനെ സാറ് ആംബുലൻസിന് വിളിച്ച് ഫയർഫോഴ്സിനും വിളിച്ച്. പിന്നെ ഫയർഫോഴ്സ് വന്നിട്ട് അവിടെ മൊത്തം ഇറങ്ങി നോക്കിയിട്ട് ബോഡിയൊന്നും കണ്ടില്ല. പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. 24 പേരുണ്ടായിരുന്നു. അപ്പൊ ഈ ബസ്സിനകത്തുണ്ടായിരുന്ന ആൾക്കാരൊക്കെ അപ്പോഴേക്കും ഇറങ്ങി പുറത്തിറങ്ങി. ബസ്സിന്റെ അകത്തുള്ള ആൾക്കാർക്ക് വലുതായിട്ട് ഗുരുതരം പറ്റിയില്ല. ഈ റോഡിൽ വീണ ആൾക്കാർക്കാണ് പ്രശ്നം. പിന്നെ ബസ്സിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് റോഡിൽ വീണത്. ബസ്സിലുള്ള ആൾക്കാരാണ് റോഡിൽ വീണത്, തെറിച്ച് വീണത്. അപ്പൊ ഈ ലോറി അവിടുന്ന് വരാൻ നേരത്ത് ബ്രേക്ക് ഇല്ലായിരുന്നാ പറഞ്ഞത്. ഈ ലോറി ആണെങ്കിൽ അവിടുന്ന് വരാൻ നേരത്ത് എന്തോ ഒരു കാർ അടപ്പുണ്ടായിരുന്നു. ആ കാറിനെ ഓവർടേക്ക് ചെയ്തെന്ന് റോങ് കയറിയത്. അപ്പോഴത്തേന് ഈ ബസ് വരുന്ന നേരത്ത് ബ്രേക്ക് പിടിക്കാതാണ് ആക്സിഡന്റ് ആയത്. അവിടുന്ന് ഇടിച്ച് വന്നതല്ലേ? അവിടുന്ന് ഇടിച്ച് ഇങ്ങോട്ട് കയറി വന്നത്. അതാണ് ആക്സിഡന്റ് പറ്റിയ സംഭവം. അപ്പൊ തന്നെ ആംബുലൻസ് ഒക്കെ വന്നു. നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ വരുമ്പോഴത്തേന് ആംബുലൻസ്, ഞങ്ങൾ വരുന്ന സമയം ആകുമ്പോഴത്തേക്ക് ആംബുലൻസ് ഇവിടെ വന്നായിരുന്നു. ആംബുലൻസും വന്നായിരുന്നു, ഫയർഫോഴ്സും വന്നായിരുന്നു, പോലീസും ഉണ്ടായിരുന്നു തമിഴ്നാട് സ്റ്റേഷനിൽ നിന്ന്. പിന്നെ ഈ ലോറി ഓവർ സ്പീഡ് അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു? ലോറി ന്യൂട്രലായിരുന്നു, പക്ഷെ ബ്രേക്ക് ഇല്ലായിരുന്നു. അതായിരുന്നു ഓടിച്ച ആള് പറഞ്ഞത്. മറ്റേ ഈ ബസ്സിലുള്ള ആള് പറഞ്ഞായിരുന്നു ഡ്രൈവർ ആണെങ്കിൽ ന്യൂട്രൽ വരാൻ നേരത്താണെങ്കിൽ ബ്രേക്ക് കിട്ടാതാണ് വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞു. ഒരാളെ ഓടുമെന്നും ചെയ്തെന്ന് പറഞ്ഞു. ലോറിയിൽ നിന്ന് ഇറങ്ങി ഒരാളെ ഉള്ളായിരുന്നു ലോറി. ലോറിയിൽ നിന്ന് ഒരാൾ ഇറങ്ങി ഓടിയെന്നാണ് ഈ ബസ്സിലിരുന്ന ഒരാൾ പറഞ്ഞത്. ഈ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നമാണ് ഈ നാഷണൽ പെർമിറ്റ് ലോറികൾ ന്യൂട്രലാക്കി വരിക എന്നുള്ളത് അല്ലേ? ഇത് ഒരുപാട് കാലം കൊണ്ട് ഞങ്ങളിങ്ങനെ നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇത് ഒരു നടപടിയും പോലീസ് ഭാഗത്തു നിന്നൊന്നും ഉണ്ടാവുന്നില്ല. കാര്യം പറഞ്ഞാൽ ഇത് സ്ഥിരം അപകട മേഖലയാണ്. അറിയാമല്ലോ, ഇവിടെ ഒരു 10 മാസത്തിനിടയ്ക്ക് ഒരു 15 അപകടങ്ങൾ ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിട്ടുള്ളത്. ഒരു ലോറി, മിക്ക ലോറികളും ഒരു ന്യൂട്രൽ അവിടെ നിന്ന് വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് കയറ്റിങ് വരും, വെളുപ്പാങ്കാലത്ത് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് കൊട്ടവാസൽ മുതൽ 2-3 കിലോമീറ്റർ ന്യൂട്രലിലേക്ക് വരും. അപ്പം ഡീസൽ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ബ്രേക്ക് ചെയ്താൽ കിട്ടത്തില്ല. അങ്ങനെ ന്യൂട്രൽ വരുന്നതുകൊണ്ട് പ്രധാനമായിട്ട് അപകടം ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനിലേക്ക് ഈ വണ്ടി പാർക്ക് ചെയ്തിരുന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നോ പാർക്കിംഗ് ബോർഡൊക്കെ വെച്ചു. അതെല്ലാം കൂടെ ഈ ലോബികളെല്ലാം എടുത്ത് മാറ്റി വണ്ടി ഏകദേശം 2 സൈഡിലും പാർക്ക് ചെയ്യും. അതിനിടയിൽ കൂടെ കുത്തിത്തിരി വരുന്നതാണ് ഈ അപകടങ്ങളെല്ലാം ഉണ്ടാകുന്നത്. എന്റെ പേര് ബെന്നി തോമസ്. ബെന്നി തോമസ് പറഞ്ഞതുപോലെ പൂജ, ഈ അപകടത്തിന്റെ പ്രധാന കാരണം ഈ ലോറി ഓടിച്ചിരുന്നവരാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ നാഷണൽ പെർമിറ്റ് ലോറി ഓടിക്കുന്നവരുടെ സ്ഥിരം ഒരു ശൈലിയാണ് കോട്ടവാസൽ മുതൽ ആര്യങ്കാവ് വരെ കുത്തനെ ഇറക്കമാണ്. 2-3 കിലോമീറ്റർ അവർക്ക് വാഹനം ഇങ്ങനെ ഓഫ് ചെയ്താൽ സുഖമായിട്ട് പോരാം, ഇന്ധനം ലാഭിക്കാം. അപ്പോൾ ആ ഇന്ധനം ലാഭിക്കാൻ വേണ്ടി അവർ വാഹനം ഓഫ് ചെയ്ത് ന്യൂട്രലിൽ ഇറങ്ങി വരും. ബ്രേക്ക് ചെയ്താൽ കിട്ടില്ല. എതിരെ വാഹനം ശരിയാണ്. രാവിലെ മുതൽ തന്നെ നമ്മൾക്ക് മുന്നിലേക്ക് വരുന്ന പ്രതികരണങ്ങൾ ആ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും അവിടെയുള്ളവരൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട കാരണം അത് വീണ്ടും അവിടെയുള്ളവരൊക്കെ തന്നെ ആവർത്തിക്കുകയാണ്. പലപ്പോഴും പല വിധത്തിൽ അപകടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ്.
ആ ഒരു അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ആ അപകടം നടന്ന സ്ഥലത്ത് നിന്നും അനന്തകൃഷ്ണൻ ഇപ്പോൾ നമ്മൾക്ക് കാണിച്ചു തന്നത്. എന്തായാലും ഗുരുതരമായി പരിക്കേറ്റവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബാക്കിയുള്ളവരെല്ലാവരും തന്നെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്.